അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അത്യാവശ്യം എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പൊടിക്കാത്ത പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം അതേപോലെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടി, പിന്നെ കോൺഫ്ലവർ, കടലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വലിയ ചിക്കൻ പീസസ് ആണ് എടുക്കുന്നതെങ്കിൽ കത്തി വെച്ചൊന്ന് വരയിട്ട് കൊടുക്കണം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചോളും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചിക്കൻ പീസസ് ആണ്. ചെറിയ ചിക്കൻ പീസസ് ആകുമ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചോളും. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈയിലേക്ക് കുറച്ച് പൊട്ടാറ്റോ നീളത്തിൽ ചെറിയ പീസസ് ആക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈയിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെയും പൊട്ടാറ്റോയുടെയും റെസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറക്കണം. അപ്പോൾ ചിക്കൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിക്കോളും. ഫുൾ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പുറം ഭാഗം കുക്കാവുകയും ഉൾവശം കുക്കാവുകയും ഇല്ല. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ ഇട്ട പാടെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കരുത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലുള്ള മസാലയെല്ലാം ഓയിലിൽ കലങ്ങിപ്പോവും. ഒരു സൈഡ് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഓയിലിലിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുത്താലേ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കിട്ടും. ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ പുറമേ ക്രിസ്പിയും ഉൾവശം സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് കിട്ടും. ഇതിനു വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ബാലൻസ് വന്ന ഓയിൽ തന്നെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 20 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം അധിക നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ഒന്ന് വഴന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 20 കാഷ്യൂ നട്ട്സ് സെൻട്രൽ കട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സെൻട്രൽ കട്ട് ചെയ്യാത്ത 7 പച്ചമുളകാണ്. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ കാഷ്യൂ നട്ട്സും ക്യാപ്സിക്കം കട്ട് ചെയ്തതും പച്ചമുളകും മല്ലിയിലയും ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ലെവൽ ആകെ മാറിപ്പോയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്ത എള്ളും പിന്നെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി കുക്കായി വരട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കിച്ചൺ ആകെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്പൈസി ചിക്കൻ ഫ്രൈ ആണിത്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ചിക്കൻ കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാനേ തോന്നൂ. നമ്മളെപ്പോഴും ചെയ്യാറുള്ളതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമുക്കിതുപോലെ പല ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.